ഇൻഡെക്സ് ടു ഡിസീസ് ആൻഡ് ഇഞ്ചുറി. ഇതാണ് നമ്മളുടെ ആൽഫബറ്റിക് ഇൻഡെക്സ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൽഫബറ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിക്ഷണറിയിൽ നമ്മൾ പല പല വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പല പല കണ്ടീഷൻസ് ആയിരിക്കും. അതും അനാറ്റമിക് സൈറ്റ് ബേസ് ചെയ്തിട്ട്. കണ്ടില്ലേ, അബ്ഡോമെൻ, പിന്നെ ഓരോ കണ്ടീഷൻസ്, ഡിസീസ് കണ്ടീഷൻസ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എ ബി വെച്ചിട്ടാണ്. അതായത് എ വെച്ചിട്ട് തുടങ്ങി, എ ബി വെച്ചിട്ട് തുടങ്ങി, അങ്ങനെ എ ബി വെച്ച് ഇ വെച്ചിട്ട് തുടങ്ങി, ഡി, പിന്നെ അതിന് എ, പിന്നെ എ ബി, പിന്നെ അത് എ ബി ഡി ആയി, എ ബി ഡി, പിന്നെ എ ബി ഡി, എ ബി ഇ, അങ്ങനെ സെയിം നമ്മൾ ഡിക്ഷണറിയിൽ പണ്ട് കാണത്തില്ലേ, അതേപോലെ തന്നെ ആ തന്നിരിക്കുന്ന ഡിസീസ് കണ്ടീഷൻ നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ നോക്കുക. കണ്ടോ, സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ നോക്കി പോണം. പെണ്ണ് വെച്ചിട്ടൊക്കെ നോക്കിയാൽ മതി, അപ്പോൾ കുറച്ചും കൂടെ കിട്ടും. അങ്ങനെ നമ്മൾ ഒരുപാട് ഇതിൽ സെഡ് വരെയുണ്ട് കേട്ടോ. ഉണ്ട്, ബേൺസിൻ്റെ കോഡാണ് ഈ വരുന്നത്. ബേൺസ് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് നമുക്ക്, ബേൺസിൻ്റെ കോഡിങ്. ലെങ്തി ചാപ്റ്ററാണ്, കണ്ടു പേടിക്കണ്ട കേട്ടോ. ഒന്നുമില്ല, നമ്മൾ ഡിക്ഷണറി നോക്കത്തില്ല. കണ്ടോ, അടുത്ത ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, ഇതിനിടയിൽ ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി എ വെച്ചിട്ടാണ്, പിന്നെ ഡി എ ബി വെച്ചിട്ടാണ്. ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ടില്ലേ, സെയിം തന്നെ ഒരു ഡിക്ഷണറി നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ നോക്കി പോവുക. ഓക്കെ, കണ്ടോ, അങ്ങനെ വന്ന് എക്സൊക്കെ ആകുമ്പോഴേക്കും കണ്ടീഷൻസും ഇതൊക്കെ കുറയുമല്ലോ. എക്സ് വെച്ചിട്ടൊക്കെ കുറവല്ലേ ഡിസീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് സെഡ് വരെ നമ്മുടെ ആൽഫബറ്റിക് ഇൻഡെക്സിൽ നമുക്ക് എന്തുണ്ട്, കോഡുണ്ട്. ഡിക്ഷണറി നോക്കുമ്പോൾ കഴിഞ്ഞു. പിന്നെ അടുത്ത നമുക്ക് ടേബിൾസിലേക്ക് പോവാം. ആൽഫബറ്റിക് ഇൻഡെക്സിൽ കാണുന്ന ടേബിൾ ICD 10C-ത്തിലല്ല, ICD 10C-ത്തിന്റെ ആൽഫബറ്റിക് ഇൻഡെക്സിൽ. ICD 10C-ത്തിൽ കുറച്ചും കൂടി വേറെ കുഞ്ഞു ടേബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് വൺ ടേബിൾ ഓഫ് നിയോപ്ലാസം. കണ്ടോ, ഈ ടേബിൾ ഓഫ് നിയോപ്ലാസത്തിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ ഒരു ടേബിൾ സെർച്ച് ചെയ്യണം കേട്ടോ നമ്മൾ ക്യാൻസർ കോഡിങ് സമയത്ത്. അതൊക്കെ ആ സമയത്ത് നമുക്ക് നോക്കാം. നിയോപ്ലാസം, മാലിഗ്നന്റ് പ്രൈമറി, മാലിഗ്നന്റ് സെക്കൻഡറി, പിന്നെ വന്നിട്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിനൈൻ, അൺസർട്ടൺ ബിഹേവിയർ, അൺസ്പെസിഫൈഡ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിയോപ്ലാസത്തിന്റെ ഫസ്റ്റ് തന്നെ അതിന്റെ അനാറ്റമിക് സൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ കോഡിങ് വരുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ICD 10CM ടെസ്റ്റിൽ കാണുന്ന ഫസ്റ്റ് ടേബിൾ. ഓക്കെ, സെക്കൻഡ് ടേബിൾ ആണ് നമ്മളുടെ ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് കേട്ടോ. ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ വന്നിട്ട് കണ്ടില്ലേ, സബ്സ്റ്റൻസസ്. ഈ സബ്സ്റ്റൻസസ് ആണ് ഡ്രഗ്സ്. അതിന്റെ സെക്കൻഡ് കോളത്തിൽ പോയിസണിങ് ആക്സിഡന്റൽ, അൺഇന്റൻഷണൽ, പോയിസണിങ് ഇന്റൻഷണൽ, സെൽഫ് ഹാം, പോയിസണിങ് അസോൾട്ട്, പോയിസണിങ് അൺഡിറ്റർമൈൻഡ്, അഡ്വേഴ്സ് എഫക്ട്, അണ്ടർ ഡോസിങ്. അതായത് വേറൊന്നുമില്ല, മെഡിസിൻ കഴിച്ചിട്ട് ഉള്ള പേഷ്യന്റ് വരുമ്പം മെഡിസിൻ ഏതാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റൻസിന്റെ അണ്ടറിൽ പോയിട്ട് നോക്കിയിട്ട് വേണം അത് കോഡ് ചെയ്യാൻ. അതിന്റെ കോഡ് കിടക്കുന്നുണ്ടോ? ഇതാണ് 1 പ്രൊപ്പനോളിന്റെ കോഡാണ് T51.3x1. പക്ഷെ അത് നോക്കണം എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അറിയാതെ എടുത്ത് കഴിച്ചതാണെങ്കിലാണ് ഫസ്റ്റ് കോഡ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനഃപൂർവ്വം എടുത്ത് കഴിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോഡ് കൊടുക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പർപ്പസ്ഫുള്ളി അയാൾക്ക് കൊടുത്തതാണ്, എന്തെങ്കിലും കൊല്ലാനോ ഉപദ്രവിക്കാനോ കൊടുത്തതാണെങ്കിൽ തേർഡ് ലിസ്റ്റിൽ നിന്ന് വേണം കോഡ് എടുക്കാൻ. പിന്നെ ഇതിനൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, നമുക്കറിയത്തില്ല എന്താ കാര്യം എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺഡിറ്റർമൈൻഡ് എടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് കാണിച്ചിട്ട് അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് കൊണ്ടിട്ടാണോ, അതിന് കോഡില്ല. അങ്ങനെയൊക്കെ മനസ്സിലായില്ലേ? അത് കണ്ടീഷൻ വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് കോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ വേണം അതിനു വേണ്ടി നോക്കാൻ, ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. അപ്പം ഇത് നമ്മൾ ഒരിക്കലും ഈ ഡ്രഗ്സിന്റെ കാര്യം ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കണം. പക്ഷെ ഇവിടെ നോക്കി ഇത് വെച്ചിട്ട് മാത്രം നമ്മൾ കൺഫർമേഷൻ ചെയ്യരുത്. കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകണം, നമ്മളുടെ ടാബുലാറിലേക്ക് പോകണം. അത് ഏത് കോഡാണെന്നുണ്ടെങ്കിലും കേട്ടോ. ICD 10-ൽ കാണുന്ന ഫോർത്ത് ടേബിളാണ് ഇൻഡെക്സ് ടു എക്സ്റ്റേണൽ കോസസ് ഓഫ് ഇഞ്ചുറീസ്. അതായത്
എന്തെങ്കിലും ആക്സിഡന്റ് കൊണ്ടാകാം, അതാണ് എ. അതും ആൽഫബറ്റിക് ഓർഡർ, എല്ലാം ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും കേട്ടോ, അതിനൊരു വ്യത്യാസവും ഇല്ല. ആക്സിഡന്റ് ആവാം, എക്സ്റ്റേണൽ കോസ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ചിലപ്പം ഫോളായിട്ട് വന്നതാവാം, അതായത് വീണിട്ട് വന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫയർ കൊണ്ടിട്ടാവാം, അങ്ങനെ കേട്ടോ. അതിനും ഉണ്ട് ഇവിടെ കോഡൊക്കെ. ആക്സിഡന്റ് തന്നെ പല ടൈപ്പ് ആവാമല്ലോ, ഏതെങ്കിലും ആക്സിഡന്റ് ആവുന്നില്ലെങ്കിൽ കൊളീഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും. അപ്പം അതിനൊക്കെ വെച്ചിട്ട് സി ആണെങ്കിൽ എന്താണ് വന്നിരിക്കുന്നത്, ക്യാമ്പ് ഫയറോ അങ്ങനെ കാർ സിക്നസ്സോ എന്തെങ്കിലും അങ്ങനെ എക്സ്റ്റേണൽ കോസ് എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റേ ബൈറ്റോ, ക്യാറ്റ് ബൈറ്റോ കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഏതാ. അപ്പം അതിനുള്ള കോഡാണ് ഇവിടെ നിൽക്കേണ്ടത്. ഇതാണ് എക്സ്റ്റേണൽ കോസ് ഓഫ് ഇഞ്ചുറിയുടെ ടേബിൾ കാണുന്നത് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? കൂടുതൽ ഞാൻ ഇത് ഇനിയിപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് വരുമ്പോൾ കാണാം. ഓക്കെ, കണ്ടോ ഡ്രോയിങ്, കണ്ടോ ഡ്രോയിങ് അല്ല, സോറി, ഡ്രൗണിങ്. ഓക്കെ, അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. കണ്ടോ, എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പോഷർ കൊണ്ടിട്ടോ, ഫയർ എക്സ്പോഷർ എന്തെങ്കിലും. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ കോസിൻ്റെ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് പോകുന്നത് വേറെ ഒന്നിലിട്ടല്ല,